wait 1,000 years to have this moment here. I was made for you, oh my love, you and only you. All the things we'll do if you got me, oh and I've got you. And only you. Oh my love, my favorite place to be. When I wake, I'm still lost in this dream. Like the shoreline reaches for the sea. Evermore I'm falling endlessly. I would wait 1,000 years to have this moment here with you. I was made for you, oh my love, you and only you. All the things we'll do if you got me, oh and I've got you. I was made for you, oh my love, you and only you. All the things we'll do. ചേട്ടനെ പറ്റി ഇപ്പൊ എന്നാ പറയാ ചേട്ടൻ ആദ്യം തന്നെ പറയാൻ ഭയങ്കര ദേഷ്യക്കാരനാണ്. ഇയാളുടെ അടുത്ത് മാത്രമേ ഉള്ളൂ അതോ എല്ലാ മൊത്തത്തിൽ എങ്ങനെയാണ്? പൊതുവെ ഫാമിലിയുടെ അടുത്ത് പെട്ടെന്ന് ദേഷ്യപ്പെടും. പക്ഷെ നമ്മുടെ മുഖം മാറിക്കഴിഞ്ഞാൽ ഭയങ്കര ആൾക്ക് ഭയങ്കര സങ്കടമായിരിക്കും. പിന്നെ വന്ന് സോറിയൊക്കെ പറയും, കിട്ടി പിടിക്കും, അപ്പൊ ആൾ ഓക്കെ ആവും. പെട്ടെന്ന് ദേഷ്യം വരും. പിന്നെ കുഞ്ഞാളിലൊക്കെ ആണെങ്കിലും ഞങ്ങൾ ഭയങ്കര അടിയായിരുന്നു. നല്ലപോലെ അടിക്കും, വെറുതെ ഇരുന്നാലും അടിക്കും. എവിടെയെങ്കിലും ഇപ്പോഴാണേലും ചുമ്മാ എവിടെയെങ്കിലും ഇരിക്കുമ്പോ അപ്പൊ ഒന്ന് തോണ്ടാൻ തോന്നും, എന്തേലും വെച്ച് അടിക്കാൻ തോന്നും, കാല് വെച്ച് ചവിട്ടാൻ തോന്നും, അങ്ങനെയൊക്കെ ഇപ്പോഴും ഉണ്ട്. ഇനി ജോലി ചേച്ചിക്ക് കിട്ടും. ഷെയർ ചെയ്യാൻ ആളായി. അതെ അതെ, അത് ഓൾറെഡി ഞാൻ ജോലി ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചേട്ടൻ പഠിച്ചതെല്ലാം തമിഴ്നാട്ടിലാണ്. അപ്പം ആ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയപ്പോഴും ഈ ചവിട്ടലും ഇതെല്ലാം ഞാൻ മിസ് ചെയ്തു. കാരണം ഞാനിവിടെ ഒറ്റയ്ക്കായിരുന്നു. അതൊരു 4 വർഷം മിസ് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ചേട്ടൻ വന്നു. ഒരു കുറച്ച് 6 മാസത്തേക്ക് കുറച്ച് ഇവിടെ നിന്നുള്ളൂ. പിന്നെ വീണ്ടും സൗദി പോയി. അപ്പോഴും ഇത് തന്നെയായിരുന്നു, ഡിസ്റ്റൻസ് ആയിരുന്നു. പിന്നെ ഞാൻ ജർമ്മനിക്ക് പോയി. പിന്നെ ആളിടയ്ക്ക് വരും, അത്രയൊക്കെ. പക്ഷെ എന്താഗ്രഹം ഉണ്ടെങ്കിലും സാധിച്ചു തരും. അതിപ്പോ പൈസ അങ്ങനെ ഒന്നും നോക്കത്തൊന്നുമില്ല. പിന്നെ എന്തെങ്കിലും സീക്രട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ആദ്യം എന്നോട് പറയുള്ളൂ, വീട്ടിൽ പറയുള്ളൂ. ഇപ്പൊ ഞങ്ങള് രണ്ടുപേരും അങ്ങനെ തന്നെയാ. കാരണം വീട്ടില് പപ്പ ഇച്ചിരി സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പം എന്തേലും ഉണ്ടെങ്കിൽ ആ സെൻസിൽ ആ ടൈമിൽ എടുക്കുകയല്ലായിരുന്നു. അപ്പം ചേട്ടനോട് പറയും, ചേട്ടൻ അപ്പൊ അതെങ്ങനെയെങ്കിലും ഒരു നാക്കില് സെറ്റ് ചെയ്ത് തരും. ചേച്ചിയുടെ ഭയങ്കര കൂട്ടാണ് ഞങ്ങള് ഒരേ വൈബാ. ഞാനും ചേച്ചി ഒരുമിച്ചാവുമ്പോ എന്തായാലും ചേട്ടൻ്റെ പണി. ഞങ്ങള് ആകെ ഒരു ഷോപ്പിങ്ങിന് പോയായിരുന്നു. ആ സമയത്താണേലും ഞാനും ചേച്ചി ഒറ്റക്ക് ഇട്ടു, ചേട്ടൻ വേറൊരിതുവാ. ഇപ്പൊ എന്റെ ഡ്രസ്സിങ്ങിന്റെ അല്ലെ സ്റ്റൈലായാലും എല്ലാം ഞങ്ങളൊരു വൈബാ. ചേട്ടൻ മാത്രം വേറെയാ. ചേട്ടൻ ഇച്ചിരി പഴഞ്ചൻ രീതിയാ, ഞങ്ങളൊക്കെ ഇച്ചിരി മോഡേൺ രീതിയാ. ചിന്താഗതിയാണേലും എല്ലാം. സാധാരണ വഴക്കുണ്ടാക്കുമ്പോ ചേട്ടൻ ഇപ്പൊ ഒന്നും ചെയ്തില്ലേ, ചിലപ്പോ തൊട്ടാലും ഞാൻ കാറും. അപ്പൊ അമ്മ ചേട്ടന്റെ വഴക്ക് പറയും. ഇപ്പം ഞാനൊരു പ്രാവശ്യം എന്റെ ഹോളി കമ്മ്യൂണിയന് അതിന്റെ തൊട്ട് മുന്നത്തെ ദിവസം നമുക്ക് ക്ലാസ് ഉണ്ടല്ലോ, അപ്പൊ ഉച്ചവരെ ക്ലാസ്. അപ്പം ചേട്ടനെ വിളിക്കാൻ വന്നത് സൈക്കിളിലാണ് വന്നത്. അപ്പൊ ഞാൻ സാധാരണ ഇങ്ങനെ സൈഡ് തിരിഞ്ഞിരിക്കാറില്ല. അപ്പൊ ആദ്യമായിട്ട് ചേട്ടനും കൂടെ മോട്ടിവേറ്റ് ചെയ്ത് സൈഡ് തിരിഞ്ഞിരിക്കാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് കുറച്ച് ചവിട്ടി കഴിഞ്ഞപ്പോ ഞാൻ വീടും. ഇവിടെ ഫുൾ പൊട്ടി. അപ്പൊ ഇവിടെ വന്ന് ആക്ച്വലി ഞാനും ഉണ്ടായിരുന്നു, ഞാൻ അങ്ങനെ ഇരുന്നോളാം എന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോ ഞാൻ മാറി
നല്ല വഴക്ക് ചതിച്ച്. പിറ്റേ ദിവസമായപ്പോ ഹോളി കമ്മ്യൂണിയൻ ആണല്ലോ, അപ്പൊ ഇവിടെ ഫുൾ പാടായിരുന്നു. ചേട്ടൻ ഭയങ്കര അടിയിടി. ഇപ്പൊ കസിൻസ് ആയാലും ചേട്ടനൊരു ലാലേട്ടൻ ഫാൻ ആയിരുന്നു പണ്ട്. അപ്പൊ ആ ടൈമിൽ നരസിംഹത്തിന്റെ ഒക്കെ ഭയങ്കര ഫാനായിരുന്നു. അപ്പം അത് കാണുമ്പോ അതിലുള്ള ഇടിയെല്ലാം കസിൻ ചേച്ചിമാരുടെ അടുത്താണ് നമ്മുടെ അടുത്ത് തീർക്കണേ. തീർക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഭയങ്കര പേടിയായിരുന്നു. ഈ അവനെ കാണിക്കല്ലേ നീ സിനിമയിൽ. ഫുൾ ഇടി ഭയങ്കര ഇതായിരുന്നു. ഓക്കെ ഓക്കെ. കുറച്ചുകൂടെ ദേഷ്യമൊക്കെ കുറയായിരിക്കും പറയായിരിക്കും ചേച്ചി. പ്രതീക്ഷിക്കുന്നു. പക്ഷെ കല്യാണത്തിന് ഭയങ്കര സ്ട്രെസ് ആയിരുന്നു. പക്ഷെ എന്നാലും ദേഷ്യപ്പെട്ടാലും കുറച്ച് കഴിയുമ്പോ ആള് വന്ന് സോറി ഒക്കെ പറയും. നമ്മുടെ മുഖം മാറുമ്പോ ആൾക്ക് വിഷമാവും. ഓ അതൊക്കെ നല്ല. പിന്നെ ഹെൽപ്പ് ഒന്നും ചെയ്യാറില്ല, പണിയൊന്നും ചെയ്തിട്ടില്ല. What can I say about my friend Job? I call him a friend now because we actually started out working as colleagues together, but then a great friendship grew. Easy to have Job as a friend. He's such a high integrity professional in everything he does. Great character, caring character, honest integrity, everything you could wish for in a great friend. I value his friendship. I was honoured to be invited to his wedding, so it was very easy for us to make the decision to come out here and bring my family to honour this great day for a great friend. We've only known each other through work. Okay. That's where we met. As I say, we were colleagues first, but then a friendship grew. We don't get to spend too much time outside of work together, which is why it was so vitally important that I came here to do that, because we want to do that more and more. ജോബിൻ ഞങ്ങളെ കസിൻ ബ്രദറാണ്. ഇപ്പോൾ എൻ്റെ കല്യാണം നടക്കാൻ പോവുകയാണ്. ജീവിതത്തിലൊരു വലിയൊരു ദിവസമാണ്. അത് അടിപൊളിയാനായിട്ട് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തന്നെ ഇത് കഴിഞ്ഞുള്ള അവൻ്റെ ഒരു ജീവിതം അടിപൊളിയാവട്ടെ, അവൻ്റെയും ജൂലിയറ്റിൻ്റെയും. പിന്നെ ഈ അവസരത്തിൽ നമുക്ക് ഓർമ്മ വരുന്നത് ഞങ്ങളെ ചെറുപ്പത്തില് വെക്കേഷനിൽ അല്ലേ ഒരുമിച്ച് കൂടുന്നതും സിനിമ കാണാൻ പോകുന്നതും സൈക്കിൾ ചവിട്ടി പോകുന്നതും ഇവിടെ താഴെ ഇറക്കത്തിലേക്ക് സൈക്കിൾ ചവിട്ടി ചെറുക്കാൻ ചെറുപ്പത്തിൽ അത്യാവശ്യം കുസൃതിയൊക്കെ ആയിരുന്നു. കത്തുന്ന ലൈറ്റർ എടുത്ത് അടുപ്പിന്റെ പൊട്ടിത്തെറിക്കാനായിട്ടല്ലേ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാം. തിരിച്ചുകൂടി ചൂട്ടിൽ വിൽക്കപ്പെടുമെന്ന് എഴുതി ടോർച്ചർ ചെയ്യുക. ചെറിയ ചെറിയ സന്തോഷങ്ങൾ കാണിച്ചിരുന്നു. പിന്നെ അതിലൊരു കാര്യമാണ് അവന് നരസിംഹം ഭയങ്കര അനിയത്തി പറഞ്ഞായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും അതിന്റെ വഴിയായിട്ട് ഇട്ടിട്ടുണ്ട്. അവൻ ചെറുപ്പത്തിൽ മോഹൻലാലായിരുന്നു വിചാരം. തിരിഞ്ഞ് നടന്ന് നമ്മളെ എപ്പോഴും അവൻ സന്തോഷിപ്പിച്ചത്. നരസിംഹം എന്ന് ടി വി വന്നാലും രാത്രി 1 മണിക്കൊക്കെ എണീറ്റ് ചെറുക്കൻ കാണും. ഇപ്പോഴും അവനോട് ചിലപ്പോൾ സ്റ്റേജിൽ വെച്ച് നരസിംഹത്തിലെ നല്ലൊരു ഡയലോഗ് പറയാൻ ഞങ്ങളിപ്പോ ഞാനിപ്പോ അവന്റെ കൂടെ സൗദിയിലാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് ഒരു സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നത്. കൂടുതൽ ടൈം ഞങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ ഞാനും ജോബിനും തമ്മിൽ സ്പെൻഡ് ചെയ്യാനായിട്ട് ചെയ്യാറുണ്ട്. സോ ഈ കല്യാണത്തിന്റെ അറേഞ്ച്മെന്റ്സിലും ഡിസ്കഷനിലും അവർ തമ്മിലുള്ള ഒരു റിലേഷനിലൊക്കെ അവൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ലൈക്ക് എന്തായാലും ഹാപ്പിയാണ്. യെസ് ഹാപ്പിയാണ്. ജോബിൻ, ജൂലിയറ്റ്, ഓൾ ദ ബെസ്റ്റ് ആൻഡ് ഫോർ യുവർ ഫ്യൂച്ചർ എൻഡേവേഴ്സ്. ലൈക്ക് ഓൾ ദ ബെസ്റ്റ്. ഭയങ്കര കുസൃതിയായിരുന്നു. പപ്പാടെ പെങ്ങളെ എപ്പോഴും ഇങ്ങനെ മുടിയാനൊക്കെ പിടിച്ച് വലിച്ച് അവനിങ്ങനെ നടക്കുമായിരുന്നു. പിന്നെ പപ്പ പറപ്പ ചാച്ചന്റെ കുറെ ചാച്ചന്റെ പോലെ അവൻ പശുവിനെയൊക്കെ ഇങ്ങനെ പിടിച്ചോണ്ട് പോകായിരുന്നു. അവനെ ആടിനെയും പിന്നെ നമ്മുടെ ഇവിടുത്തെ പറമ്പ് കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ആള് പാവാണ്. പെട്ടെന്ന് ദേഷ്യം വരും. അത് കഴിഞ്ഞിട്ട് ആള് അത് തെറ്റാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു പിന്നെ സോറി പറയും. അങ്ങനെയുള്ള ഇതേ ഉള്ളു, അല്ലാതെ കുഴപ്പമൊന്നുമില്ല. ഞങ്ങളോട് ഭയങ്കര സ്നേഹമാണ്. നല്ല സ്നേഹമാണ്. എല്ലാവരുമായിട്ടും നല്ല യോജിപ്പാണ്. പിന്നെ ആന്റിയുടെ മുടി ഏത് തന്നെ പിടിച്ച് വലിക്കുമായിരുന്നു. പപ്പാടെ പെങ്ങളുടെ റിലേഷൻ കീപ്പ് ചെയ്യാനായിട്ട് വളരെ താല്പര്യമുള്ള ആളാണ്. നമ്മുടെ കുടുംബം ഇങ്ങനെ നിലനിർത്തണമെന്ന് അവന് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരുമായിട്ട് അങ്ങനെ അകന്നു നിൽക്കുന്ന ഒരാളല്ല, എല്ലാവരും അടുത്ത് നിൽക്കുന്നുള്ള ഒരു ഇതിലാണ് അവൻ. പിന്നെ പുള്ളി പുറത്തൊക്കെ പോയപ്പോ എങ്ങനെയായിരുന്നു? പുറത്തൊക്കെ പോയപ്പോ എല്ലാ ദിവസവും വിളിക്കും. എല്ലാ ദിവസവും 1, 2, 3 പ്രാവശ്യം വിളിക്കും.
പിന്നെ അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പട്ടിയാണ്. അതെ, ഒരു മില്ലർ എന്ന് പറഞ്ഞൊരു പട്ടിയുണ്ട്, ഡോബർമാൻ. ഇവിടെ ഉള്ളത് ഉണ്ട്. അത് ഒരു ദിവസം 3-4 പ്രാവശ്യം അവൻ വിളിക്കും, ഫുഡ് കഴിച്ചോ, ഇത് അത് ഇത് എന്നൊക്കെ. ഞങ്ങളെക്കാളും കൂടുതൽ ഭയങ്കര സ്നേഹിക്കുന്നതാണ് പട്ടീനെ. മോള് കുഴപ്പമൊന്നുമില്ല, അവന് നല്ല കൊച്ചാണ്, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട്. കുഴപ്പമൊന്നുമില്ല. ആദ്യത്തെ ഇത് തന്നെ ഞങ്ങൾക്ക് വന്ന പെണ്ണാണ്, കാരണം ഒത്തിരി ഒന്നും കാണാൻ നിന്നില്ല. പരിശുദ്ധാത്മാവേ നീയെഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനെ സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനെ സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനെ സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്നേഹസമ്പന്നനായ ദൈവമേ, നിന്നെ ഞങ്ങൾ ആരാധിച്ച് സ്തുതിക്കുന്നു. വിവാഹം ചെയ്യുവാൻ ഈ കുടുംബത്തിൽ നിന്നും ഇപ്പോൾ ദേവാലയത്തിലേക്ക് പോകുവാൻ ഒരുങ്ങി നിൽക്കുന്ന നിന്റെ ദാസൻ ജോബിനെ ആശീർവദിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ മകന് അനുയോജ്യയായ പങ്കാളിയെ തിരഞ്ഞെടുത്തു തന്ന നിന്റെ അനന്തകാരുണ്യത്തിന് ഞങ്ങൾ നന്ദിയും കൃതജ്ഞതയും സമർപ്പിക്കുന്നു. വേർതിരിഞ്ഞിരിക്കുന്നവയെ സംയോജിപ്പിക്കുന്നതിനായ ദൈവമേ, ഇസ്ഹാക്കിനെയും റബേക്കായെയും ആശീർവദിച്ച് തന്റെ അവകാശമാക്കിയ കർത്താവേ, നിന്റെ ഈ മക്കളെ സംയോജിപ്പിച്ച് ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. സഭയെ നിർമ്മലമായി സ്വയം സ്വീകരിച്ച മിശിഹാനാഥ, ഇന്ന് നടക്കുവാൻ പോകുന്ന ഈ വിവാഹത്തെ ആശീർവദിക്കുകയും നിന്റെ പ്രിയപ്പെട്ടവരായ ഇവരെ സമാധാനത്തിലും ഐക്യത്തിലും കാത്തു സൂക്ഷിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവിനെ കൃതജ്ഞത അർപ്പിക്കുവിൻ, അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുവിൻ. അവിടുത്തെ പാടി പുകഴ്ത്തുവിൻ, അവിടുത്തെ അത്ഭുതകൃത്യങ്ങൾ വർണ്ണിക്കുവിൻ. അവിടുത്തെ വിശുദ്ധ നാമത്തിൽ അഭിമാനം കൊള്ളുവിൻ. കർത്താവിനെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം ആഹ്ലാദിക്കട്ടെ. കർത്താവിനെയും അവിടുത്തെ ബലത്തെയും അന്വേഷിക്കുവിൻ. നിരന്തരം അവിടുത്തെ സാന്നിധ്യം തേടുവിൻ. തിരഞ്ഞെടുക്കപ്പെട്ട യാക്കോബിന്റെ മക്കളെ, നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുവിൻ. അവിടുന്നാണ് നമ്മുടെ ദൈവമായ കർത്താവ്. അവിടുത്തെ ന്യായവിധികൾ ഭൂമിക്ക് മുഴുവൻ ബാധകമാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മാമോദീസായിലൂടെ അങ്ങയുടെ സഭയിൽ അംഗങ്ങളാകുവാനും കത്തോലിക്ക വിശ്വാസം ഏറ്റുപറഞ്ഞ് സഭാജീവിതം നയിക്കുവാനും ഞങ്ങൾക്കിടയാക്കിയ അങ്ങയുടെ ആനന്ദ പരിപാലനയെ ഞങ്ങൾ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാത്തിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും.
മറ്റൊരു നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയം അവരുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരണത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. സർവേശ്വര എന്നേക്കും ആമേൻ. കാരുണ്യവാനായ ദൈവം നിങ്ങൾക്ക് ഇരുവർക്കും ശുഭം വരുത്തട്ടെ. ഇതാ ഇവളെ മോശയുടെ നിയമം അനുസരിച്ച് സ്വീകരിച്ചു കൊള്ളുക. നിന്റെ പിതാവിന്റെ അടുത്തേക്ക് അവൻ ഭാര്യ യത്നായെ വിളിച്ചു യത്നയെ വിളിച്ചു പറഞ്ഞു. അടുത്ത മുറി ഒരുക്കി അവളെ അങ്ങോട്ട് സാറായെ അങ്ങോട്ട് നയിച്ചു. സാറ കരയുവൻ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും കർത്താവ് എന്റെ ദുഃഖമാക്കി സന്തോഷമേകും. നമുക്കെല്ലാവർക്കും ഉചിതമായി നിന്ന് കർത്താവെ അങ്ങയുടെ ദാസരമേ കൃപയുണ്ടാകണമെന്ന് ദാസരായ ജോബിനെയും ജൂലിറ്റിനെയും വിശ്വസ്തയോടുകൂടെ സന്തോഷത്തോടും കൂടെ കുടുംബജീവിതത്തിൽ ഉറച്ചു നിൽക്കുന്നതിനും അവരുടെ നല്ല ഭാവിക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹൃദയ ഐക്യത്തിലും വിശ്വാസത്തിലും നിർമ്മലമായ ഒരു ജീവിതം നയിക്കുവാൻ ഇവരെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആദത്തിന് ഹവ്വായെയും ഇബ്രാഹിമിന് സാറയെയും ഇസ്ഹാക്കിന് റബേക്കയെയും ജീവിത സഖിയെയും നൽകി അനുഗ്രഹിച്ച നല്ല ദൈവമേ, ഇന്ന് വിവാഹാന്തസ്സിൽ പ്രവേശിക്കുവാൻ പോകുന്ന ഞങ്ങളുടെ മകനെ ആശീർവദിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ മകൻ നീ സ്ഥാപിച്ച വിവാഹാന്തസ്സിലേക്ക് പ്രവേശിക്കുവാൻ പോവുകയാണ്. വളരെയേറെ ചിന്തിച്ചും പ്രാർത്ഥിച്ചും തിരഞ്ഞെടുത്ത വിവാഹമെന്ന ദൈവവിളിയിൽ ജീവിതാന്ത്യം വരെ തുടരുവാൻ കർത്താവെ നീ അനുഗ്രഹിക്കണമേ. നീ സഭയെ സ്നേഹിച്ചതുപോലെ സഭ നിനക്ക് കീഴ്പ്പെട്ടിരിക്കുന്നത് പോലെ പരസ്പരം സ്നേഹിക്കുന്ന, പരസ്പരം വിശ്വസ്തത പുലർത്തുന്ന, താങ്ങും തണലുമായി പങ്കാളികളുമായി കുടുംബജീവിതം നയിക്കുവാൻ അനുഗ്രഹിക്കണമേ. കാനായിലെ കല്യാണ വിരുന്ന് സംബന്ധിച്ച് വധുവരന്മാരെയും കുടുംബാംഗങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിച്ച ഈശ്വരനാഥ, വിവാഹിതരാകാൻ പോകുന്ന ഞങ്ങളുടെ മകനെ നിനക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. സ്നേഹനാഥനായ ദൈവമേ, തൃക്കരം നീട്ടി ഈ മകനെ ആശീർവദിക്കണമേ. തിരുക്കുടുംബത്തിന്റെ തലവനായ മാറിയോസേപ്പേ, ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ മറിയമേ, സകല വിശുദ്ധരെ, ഇവരുടെ സ്വർഗീയ മധ്യസ്ഥരെ, ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമായി തീരുവാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.